ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോക്കോ ബാർ. അതിനായിട്ട് നമ്മൾ ക്രീമൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചോക്കോ ബാർ ചെയ്തെടുക്കുന്നത് നോക്കാം. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അതിന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാലെടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മധുരം കുറവായിരുന്നു കഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അമൂല്യയുടെ മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ചിലർ പറഞ്ഞിട്ടുണ്ട് കോൺഫ്ലവർ കയ്യിലില്ല എന്ന്. അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ മൈദയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഇനി ഇത് ചൂടാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നന്നായിട്ട് തിക്കായിട്ട് വരണമെന്നൊന്നുമില്ല. കുറച്ച് ലൂസായിരുന്നാലേ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു കുൽഫിയുടെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ കപ്പ് എടുത്താലും മതിയാവും. എപ്പോഴും ഇതിനെ പ്ലാസ്റ്റിക്കിൽ വെച്ച് സെറ്റാകുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം കപ്പിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്നതാണ്. കാരണം അത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇത് കുറച്ച് പാടാണ്. ഒരു ഓവർനൈറ്റ് വെച്ചാലേ നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 നിറയുന്ന ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഞാനൊന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. കുറഞ്ഞതൊരു 12 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, നല്ല സെറ്റായി കിട്ടാൻ. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും എടുക്കാം. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നിയാൽ 1-2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള ഐസ്ക്രീം പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതൊരല്പം പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി അവിടെ ഇരുന്ന് തന്നെ സെറ്റായി പോകും. അതാണ് എനിക്ക് ആദ്യം പറ്റിയ അബദ്ധം. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഡിപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് മുക്കിയൊന്ന് പെട്ടെന്ന് മാറ്റിയെടുത്തു. ഇതൊരു കയ്യിൽ ഒരു 2 മിനിറ്റ് കയ്യിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും. സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.